പത്തരമാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുത്തശ്ശൻ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, നയന എന്ന് പറയുന്നത് ഈ കുടുംബത്തിന്റെ ഭാഗ്യമാണ്. അവളെ പോലൊരു പെൺകുട്ടിയെ ഭർത്താവായി കിട്ടിയത് നിന്റെയും ഭാഗ്യമാണെന്ന് ആദർശിന്റെ അടുത്ത് പറയാണ്. എന്നാൽ ആ കുട്ടിയെ തിരിച്ചറിയാനുള്ള കഴിവ് നിനക്കോ നിന്റെ അമ്മയ്ക്കോ ഇല്ല എന്നും കൂടി പറയുന്നുണ്ട്. മുത്തശ്ശൻ പോയി കഴിഞ്ഞതിന് ശേഷം ദേവയാനി മുത്തശ്ശിയുടെ അടുത്ത് പറയുന്നത്, കല്യാണ മണ്ഡപത്തിലേക്ക് മുഖം മറച്ചു വന്നിരിക്കുന്ന മരുമകളെ എനിക്കൊരിക്കലും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല അമ്മ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. നീ അവളെ അംഗീകരിക്കുന്ന ഒരു ദിവസം വരുമെന്നും അത് ഉടനെ തന്നെ ഉണ്ടാകുമെന്നും കൂടി മുത്തശ്ശി പറയുന്നുണ്ട്. അതുപോലെ തന്നെ സംഭവിക്കുകയാണ് കേട്ടോ. ആദർശ് താൻ അറിയാതെയാണെന്നുണ്ടെങ്കിലും എല്ലാ തരത്തില് അടുക്കുകയും രണ്ട് ശരീരങ്ങളും ഒന്നായിട്ട് അവര് മാറുകയും ചെയ്യാണ് കേട്ടോ. അങ്ങനെ ആദർശിനും നയനയ്ക്കും ഒരു കുട്ടി ജനിക്കാൻ വേണ്ടി പോവുകയാണ്. തൻ്റെ ഭാര്യയുടെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദർശ് വൈകിപ്പോയി എന്നുള്ളൊരു ചിന്തയും കൂടിയിട്ട് ആദർശിന്റെ മനസ്സിലേക്ക് വരികയും നയനയുടെ അടുത്ത് ആദർശ് തുറന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ എൻ്റെ ഭാഗ്യമാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നയനയുടെ അടുത്ത് മാത്രമല്ല, മുത്തശ്ശൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഭാര്യ ഈ കുടുംബത്തിന്റെ ഐശ്വര്യവും അതുപോലെ തന്നെ എൻ്റെ ഭാഗ്യമാണെന്ന് പറയാണ്. എന്നാൽ നമ്മുടെ നവ്യയാണെന്നുണ്ടെങ്കിൽ എല്ലാ രീതിയിലും അവിടുന്ന് പുറത്തു പോകാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. നയന ഗർഭിണിയായത് അറിഞ്ഞത് കൂടിയിട്ട് തന്നെ നവ്യയാണെങ്കിൽ ആകെ പെട്ട അവസ്ഥയിലാവുകയാണ്. ഇനിയിപ്പോ ഞാൻ ഗർഭിണിയല്ല എന്നുള്ള സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ എന്നെ ഇവിടുന്ന് ആട്ടിയിറക്കും. അവള് എന്നേക്കാൾ മുമ്പ് ഇവിടെ ഇടം സ്ഥാപിച്ചു കഴിഞ്ഞു എന്നുള്ളതിന്റെ തെളിവായിട്ട് നയന ഗർഭിണിയാവുകയാണ് ചെയ്യുന്നത്. നയനയുടെയും അതുപോലെ തന്നെ ആദർശിന്റെയും പ്രണയം കണ്ടിട്ട് ഇപ്പോ നവ്യക്കാണ് ശരിക്കും അസൂയ വരുന്നത്. ആദർശും നയനയുമായിട്ട് അത്ര രസത്തിലല്ല എന്ന് അഭി പറഞ്ഞിട്ടുണ്ട് നവ്യയുടെ അടുത്ത്. പക്ഷേ അതുപോലെ ഒന്നുമല്ല കാര്യങ്ങൾ നടക്കുന്നത്. അവരുടെ പ്രണയവും അവർ രണ്ടുപേരും ഒന്നിക്കുന്നതോട് കൂടിയിട്ട് ശരിക്കും ആ കുടുംബത്തിലെ ഏറ്റവും മികച്ച രണ്ടു പേരായിട്ട് മാറുകയാണ് നവ്യയും നയനയും ആദർശും. അതുമാത്രമല്ല മൂത്ത മോൻ എന്നുള്ള രീതിയിൽ തന്നെ ആദർശിന് തന്നെയാണ് നയനയിലൂടെ ഒരു കുഞ്ഞു പിറക്കാൻ വേണ്ടി പോകുന്നത് അനന്തപുരി തറവാട്ടില്. ഇതിൽ പരം സന്തോഷം അവിടെ മുത്തശ്ശനും മുത്തശ്ശിക്കും മറ്റൊന്നുമില്ല കേട്ടോ. മറ്റൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക്